അനീഷേട്ടാ, പിന്നെ ആ വണ്ടി കൊള്ളാറുള്ളത് എനിക്ക് സംസാരിക്കണമെന്നില്ല. എന്ത് ഇല്ല, അതെ വരുമോ? ഇല്ല, എനിക്ക് സംസാരിക്കണമെന്നില്ല. എന്ത് അനീഷേട്ടന്റെ പിന്നാലെ നടന്നുകൊണ്ട് ഇപ്പോ അനുമോള് എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യിക്കണം. അതായത് അനീഷേട്ടൻ വിചാരിക്കുന്നത് പോലെ ഞാൻ ചേട്ടനെ വേറൊരു രീതിയിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇത് പറയാൻ അനുമോൾക്ക് കഴിയുന്നില്ല. അനുമോളോട് ഷാനവാസ്കയും അതുപോലെ ആദിലയും നൂറയൊക്കെ ഇതിങ്ങനെ മാറി മാറി പറയാൻ ശ്രമിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അതൊന്ന് പറയാൻ. ഇന്നലെ ലൈവില് ഇതുവരെ ആയിട്ട് അവരത് പറഞ്ഞിട്ടില്ല. ഇന്ന് ലൈവില്ല. ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് തിങ്കളാഴ്ച മാത്രമല്ല ഞായറാഴ്ച രാത്രിക്ക് ശേഷം അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. ഇതുവരെ അനീഷേട്ടനോട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ അനീഷേട്ടൻ കൂളായി നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ പൂണ്ട് വിളയാടിയ ഒരു മനുഷ്യനാണ് ഷാനവാസ്കയാണ്. ഒരു രക്ഷയുമില്ല മക്കളെ. ചിരിച്ച് ചിരിച്ചൊരു വിധമായി എന്ന് പറയേണ്ടി വരും. എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, എപ്പിസോഡിൽ ഒന്നും കാണിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ ലൈവില് എന്റെ പൊന്നു മക്കളെ ഷാനവാസ്ക അങ്ങ് സ്കോർ അങ്ങ് ചെയ്ത് എവിടേക്ക് എത്തിപ്പോയി എന്നുള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഈ വിഷയം കുറച്ച് ഗൗരവമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അനിമോള് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. പുറത്തെ ആളുകൾ ഇത് ഏത് രീതിയിൽ എടുക്കുന്ന അറിയില്ല. അതുകൊണ്ട് ഷാനവാസ്കയുടെ അടുത്ത് ഇരുന്നതൊന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം കുറെ തമാശ രീതിയിലേക്ക് അത് കൊണ്ടുപോകുന്നു. എന്നാൽ പോലും ഒരു വല്ലാത്തൊരവസ്ഥയാണത്. അതൊന്ന് കണ്ടു മനസ്സിലാക്കാം. പോയിട്ടുണ്ടോ ഇല്ലെന്നല്ല എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാവിലെ പറഞ്ഞതും അതും പുറത്തു പോയിക്കില്ലേ? ഓ, എന്താ തോന്നുന്നേ? പോവോ? വിടുമായിരിക്കുമോ? പുള്ളി അങ്ങനെ പറയുമെങ്കിൽ പിന്നെ വിടുമായിരിക്കുമല്ലേ? ഞാൻ പറയട്ടെ, ഇക്ക ഒരു പ്രേക്ഷക നിലയിൽ ഇക്ക പറ, പുള്ളി ഇങ്ങനെ പറയുമ്പോ ഞാൻ തിരിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ ഇങ്ങനെ നോക്കുന്നില്ല, നോ എന്നുള്ളൊരു മറുപടിയാണ് പറയണെങ്കിൽ പ്രേക്ഷകർ എന്ത് വിചാരിക്കും? ഇവള് ഭയങ്കര അഹങ്കാരിയാണ്. അയ്യോ, ആണോ? എന്താ അയാൾ ഇത്രയും സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് തിരിച്ചു തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മള് ലൈഫ് പാർട്ട്ണർ അല്ലേ? അല്ല, അയാൾ ഇതിലോട്ട് കൊണ്ടുവന്നത് നിന്റെ ബിഹേവിയർ ആണ്, നിന്റെ ഇതാണ്. നീ അയാളോട് പ്രണയമുള്ള രീതിയിൽ അയാളെ ഇക്കയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതില് പങ്ക് ഇക്കയ്ക്കും ഉണ്ട്. ഓക്കെ, ഇവിടെ ഷാനവാസ്ക പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. അയാളെ നീയാണ് ആ രീതിയിലേക്ക് ആക്കി കൊണ്ടുവന്നത്. അതുകൊണ്ട് നിനക്ക് ഇതിൽ പങ്കുണ്ട്. പ്രേക്ഷകർ ഇത് ഏത് രീതിയിൽ എടുക്കുന്ന വെച്ചാൽ പ്രേക്ഷകർ അത് നെഗറ്റീവായി എടുക്കുന്ന പറഞ്ഞു. പക്ഷെ പ്രേക്ഷകർ ഇവിടെ നെഗറ്റീവായിട്ട് എടുത്തിട്ടൊന്നുമില്ല. അനുമോളും കറക്റ്റ് പക്കയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, അനീഷേട്ടനിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാ. ഷാനവാസ്കയുടെ പോയിന്റും കറക്റ്റ് ആണ് കേട്ടോ. ഷാനവാസ്ക ഇവിടെ ഒരു കാമുകൻ ഏത് രീതിയിലാണ് സംസാരിക്കുക അതൊക്കെ കറക്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. അനുമോള് ഭയങ്കരമായി ഭയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അനുമോളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം, അപ്പൊ മനസ്സിലാവും. ഞാൻ ചുമ്മാ തമാശ പുള്ളി ചിരിക്കുന്നില്ലേ? നമ്മളത് എൻജോയ് ചെയ്യുന്നില്ലായിരുന്നോ നമ്മളെല്ലാരും? നീ ഭയങ്കര ഓവറ. എന്താണ് അത് കോമഡി കാണിച്ചതല്ലേ? അന്ന് അത് എന്നാ ഏറ്റവും കൂടുതൽ കാണിച്ചത്? ഫ്രൈഡേ അന്ന് ഇതല്ലേ, പുറത്ത് എപ്പിസോഡ് പോകൂലല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് അനീഷേട്ടൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അനുമോൾ ഇങ്ങനെ ഐ ലവ് യുവിന്റെ ചിഹ്നം, ലവ് ചിഹ്നവും കാര്യങ്ങളും ഉമ്മ എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ഇതൊക്കെ സത്യത്തിൽ ഒരു സാധാരണക്കാരന്റെ നെഞ്ചിനകത്ത് കയറും. കുറെ ആൾക്കാർ സാധാരണക്കാരന്റെ വില കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സാധാരണക്കാരൻ എന്താ പ്രേമല്ലേ, സ്നേഹല്ലേ ചോദിക്കുകയാണ്. ഇവിടെ അനുമോളുടെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് അതാണ്. തമാശയായിട്ടാണ് ഇത് കാണിച്ചത്. പക്ഷെ ആള് 90 ദിവസത്തോളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ എല്ലാ രീതിയിലുള്ള ചേഷ്ടികളും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അനുമോളെ പൂർണ്ണമായിട്ടും അറിയാം എന്നുള്ള ഒരു കാര്യം ഇപ്പോ അനുമോൾക്കും അത് അറിയാം. അതേപോലെ അനീഷേട്ടന്റെ കാര്യങ്ങൾ അനുമോൾക്ക് അറിയാം. അപ്പൊ പിന്നെ സാധാരണക്കാരനാണെന്നൊന്നും ഇല്ലടോ. പ്രേമത്തിന് അത്ര വലിയ ഇതൊന്നുമില്ല. കല്ല് പോലും പുഷ്പമാക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് ഈ പ്രേമം. മൂപ്പർക്ക് കോമഡി സിനിമകൾ ഇഷ്ടമല്ല. ഇഷ്ടല്ലേ? ഇല്ല, അയാൾ ഇന്ന് വരെ ഒരു സിനിമക്ക് പോയിട്ട് കോമഡി കണ്ട് ചിരിച്ചിട്ടില്ല. അങ്ങനെ മൂപ്പർക്ക് അങ്ങനെ ചിരി വരില്ലാന്ന്. അപ്പൊ ആ ചിരി വരാത്ത അയാളെ മുന്നേ പോയിട്ട് നീ കോമഡി കാണിച്ചു കഴിഞ്ഞാൽ അയാൾ അത് സീരിയസ് ആയിട്ടല്ലേ എടുക്കുക? അയാൾ ചിരിച്ചായിരുന്നല്ലോ, ചിരിച്ചില്ലേ? അയാൾ ഭയങ്കര ചിരിയായിരുന്നു. അത് ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിക്കാണ്. എന്ത്? നിന്റെ തമാശകളും കുട്ടിക്കളിയും കുസൃതികളും നിന്റെ പ്രണയാഭ്യർത്ഥനയും. അങ്ങനെ പറയല്ലേ, അങ്ങനൊന്നും പറയില്ലേ. സത്യം പറഞ്ഞാൽ ആദിലാ മൂപ്പര് ഭയങ്കര രസാക്കിയിട്ട പറഞ്ഞ കാര്യങ്ങള്. ഇത് ലൈവ് എനിക്ക് മിസ്സായി, സത്യം പറയട്ടെ. നേരത്തെ ലൈവ് എനിക്ക് മിസ്സായി. നല്ല രസമായിരുന്നു. കാണാത്തവര് നഷ്ടാണ്, കണ്ടവർക്ക് അത് ഭയങ്കര രസമായിരുന്നു. ഷാനവാസ്ക ഫുള്ള് പൊള്ളിയായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ സാബുമാനെ 2 ദിവസമായിട്ട് പൊട്ടത്തിരിപ്പിച്ചിരുന്നല്ലോ. അതേപോലെ തന്നെ ഇന്നലെ ഒരു കിടിലൻ സാധനം, പെർഫോമൻസിന്റെ അങ്ങേയറ്റം. ഈ ഒരു സാധനങ്ങളൊക്കെ നെഗറ്റീവുകൾ ഷാനവാസ്കക്ക് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അത്രക്ക് രസമായിരുന്നു. സ്നേഹം കൊടുത്ത് അതാക്കി പ്രലോഭിപ്പിച്ച്
അങ്ങനെയാണ് ഇപ്പൊ സംഭവം വന്ന് കിടക്കുന്നത്. എനിക്ക് എന്താ നീ പ്രാങ്ക് ആയിരിക്കണേ. ആ പ്രാങ്കും അവസാനം 9 ദിവസം ആയപ്പോ പിന്നെ പ്രാങ്ക് എന്താണ് അയാളെപ്പോ ഞാൻ പറഞ്ഞില്ലേ എന്റെ മിത്രൻ എന്റെ കൈ വിട്ടു പോയി. അല്ലെന്ന് എന്നോട് മിണ്ടണില്ല. എന്നെ അല്ലെങ്കിൽ ഷാനവാസ് ഇവിടെ വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ എന്നോടാണ് സംസാരിക്കാറ്. ഇന്ന് എന്നെ വിളിച്ചിട്ടേ ഇല്ല. സത്യമാണ്. അത് കൂടെ വേറൊരു കോമഡി ഉണ്ട്. ഞാൻ വീഡിയോ ഇതിൽ ലെങ്ത് കൂടുതലായി ഒഴിവാക്കിയ. അതായത് അനീഷേട്ടൻ ഇവർക്ക് എല്ലാവർക്കും അനാറ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അനുമോൾക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു. അപ്പൊ നൂറ് അത് പറയുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്ലേറ്റ് കൊടുക്കാനെ ഇവർക്ക് കൊടുത്തു എന്നുള്ളത്. അപ്പോഴാണ് ഷാനവാസ്ക്ക് ഒരു കാര്യം പറയണത്, എന്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നുന്നാ? ആ തന്നു. എടാ ഈ ചെങ്ങാതി എന്റെ പകുതി മുക്കാലും തിന്നു തീർത്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അതായത് അയാളുടെ അടുത്ത് അനുമോൾക്കൊക്കെ വീതം വെച്ച് കൊടുക്കുക. അനുമോൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കുന്നു. അത് പ്രണയമാണേ, സ്നേഹമാണേ. പക്ഷെ ഷാനവാസ്ഖാന്റെ അടുത്ത് അത് വർത്താനം പറഞ്ഞിട്ട് ഷാനവാസ്ഖാന്റെ പകുതി മുത്ത് അനീഷേട്ടൻ അത്ര തിന്നത്. ഓക്കെ, ബാക്ക് ടു ദ പോയിന്റ്. അതായത് നിന്റെ ഓരോ കാണിച്ചു കൂട്ടലുകളും നിന്റെ ആ ഒരു സംസാര രീതിയൊക്കെയാണ് അനീഷേട്ടൻ ഇതിലേക്ക് വീഴാൻ കാരണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവൻ പാവം രാജകുമാരൻ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ ശ്രീനിവാസ് അഭിനയിച്ചൊരു സിനിമയാണ്. അയാളെ വേറൊരു പെൺകുട്ടി പ്രേമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരന്മാര് പറ്റിക്കുന്നത്, എന്നിട്ട് ടിവിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങി വെക്കുന്ന ഒരു സംഭവമില്ലേ? ആ ഒരു സിനിമയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് ഒരു സാധാരണക്കാരൻ തന്നെയാണ് ആ സിനിമയിലുള്ള ആ ഒരു ക്യാരക്ടർ. അതേപോലെ തന്നെ ഇവിടെയും പാവം പാവം അനീഷേട്ടൻ എന്നുള്ളതാണ്. ലവ് ട്രാക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കും. പോയി കഴിഞ്ഞിട്ട് എന്റെ ജീവൻ വെച്ചല്ലേ കളിക്കുന്നത്. അതുപോലെ എനിക്ക് ഇപ്പോഴത്തെ എന്റെ അതുവരെ വന്നിട്ട് കളം വരച്ചപ്പോഴും കുണുങ്ങി കുണുങ്ങി നടന്നപ്പോഴും എപ്പിസോഡ് കാണിച്ചത് ഞാൻ അന്ന് ചുമ്മാ അവിടെ നമുക്ക് എല്ലാരും ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കും. മൂഡ് ഓഫ് അല്ല, എല്ലാവരും അന്ന് ആ ഫ്രൈഡേ ദിവസങ്ങൾ അറിയാലോ, എല്ലാവരും ഉറക്കവും. അപ്പൊ നമ്മൾ അവിടെ ഒരു തമാശയായിട്ടൊക്കെ ഫ്രണ്ട്സിന്റെ ഇടയിൽ കാണിക്കുന്ന ഒരു ടോക്കായിട്ട് കാണിച്ചതാണ്. ചില തമാശകൾ കാര്യമാവും. അതാണ് ഞങ്ങൾ സംസാരിച്ചേക്കെ. എന്നാലും എന്റെ പൊന്നു മക്കളെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രീനിവാസനെ ആ സിനിമയിൽ എന്തൊക്കെയാണ് കൂട്ടുകാരന്മാരാക്കി അതൊക്കെ ഈ ചെങ്ങായിനെ അവിടുന്ന് കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൊള്ളാം. എന്തായാലും പാവൊരു മനുഷ്യനാട്ടോ. അയാളുടെ പ്രേമത്തിനൊന്നും ഞങ്ങൾ ഇവിടെ ആരും കുറ്റം പറയില്ല. നമ്മൾ വല്ലാണ്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് നമ്മൾ ഓരോ മനുഷ്യന്മാരെ മനസ്സിലാക്കുന്നത്. അതിലൊരു ചിലപ്പോൾ സ്നേഹം, ചിലപ്പോൾ പ്രേമം, ചിലപ്പോൾ വാത്സല്യം, അങ്ങനെ പലതും തോന്നും. അനീഷേട്ടൻ അങ്ങനെ തോന്നിയതിൽ ഞങ്ങൾക്ക് യാതൊരു പരിഭവവും ഇല്ല. മനുഷ്യനാണല്ലോ, മനുഷ്യന്മാരാണ്. സംസാരിക്കാൻ അനീഷ് അങ്ങനെ ഇഷ്ടം പറഞ്ഞ ഞാൻ ആലോചിക്കാൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ പറയൂന്ന്. അത് ശരി, അമ്മാതിരി ഡയലോഗൊന്നും പറയല്ലേ. അങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ നിങ്ങളോരൊന്ന് പറഞ്ഞ് 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 അയാളുടെ മുന്നിൽ ഗോഷ്ടികൾ കാണിച്ച്, ആ ഗോഷ്ടികളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഗോഷ്ടികൾ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോന്റെ ഇടയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് കാണാം നമുക്ക്. പുള്ളി ആ ഒരു സെൻസിലെടുക്കും വിചാരിച്ചു. ഇതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ, അടിപൊളി, നന്നായിരുന്നു. ചായ ചായ നിങ്ങൾ വന്ന കാര്യം പറയാ. ഒരു പൊടിക്ക് ഓവറല്ലേ? ഇല്ല ഇല്ല ഇല്ല, എനിക്കത് ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ ഓവർ ആവണം. ചായ നമ്മുടെ നിങ്ങൾ നാട്ടിലൊക്കെ എങ്ങനെയാ ചായ ഈ ഭാര്യ ഹസ്ബൻഡിനെ വിളിക്കുന്നത് എന്തുവാ? ദേ നോക്കിയേ, ദേ നോക്കിയേ. ആ ശരി, ദേ നോക്കിയേ. ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. ആ സൗണ്ട് സിസ്റ്റം ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കി പ്ലീസ്. ഇല്ല, ദേ നോക്കിയേ. അച്ചായാന്ന് വിളിച്ചോ അനീഷ്? പാവം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന സമയത്ത് അച്ചായ എന്ന് വിളിക്കൂ. നിങ്ങളുടെ നാട്ടിൽ ഭാര്യ എങ്ങനെ ഭർത്താവിനെ വിളിക്കുക എന്നൊക്കെയുള്ള ചോദ്യവും ഇതൊക്കെ ആ പാവം മനുഷ്യൻ കൈയും കെട്ടി അങ്ങോട്ട് നടക്കണമെങ്കിൽ ഹൃദയത്തിന്റെ അകത്ത് കയറി കിടക്കുന്നുണ്ടോ? അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സാധനം, ഈ സാധനം. അത് കഴിഞ്ഞിട്ടില്ല, ഇനി വേറൊരു സാധനം കൂടി ഉണ്ട്. അനീഷേട്ടാ വേറെന്ന് ആൾക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു, ഐ ലവ് യു എന്ന് ഇങ്ങനെ കാണിക്കുന്നു. അയാളുടെ നെഞ്ചിനകത്ത് അത് കേറിപ്പോയിട്ടുണ്ടാവും, നിന്റെ ഫ്ലൈയിങ് കിസും കേറിപ്പോയിട്ടുണ്ടാവും. സാധുവായ ഒരു മനുഷ്യനാണ്. അയാളുടെ കരിങ്കല്ലായിരുന്ന ഹൃദയത്തിനകത്തേക്ക് അത് കേറി അവിടെ പുഷ്പിച്ചു കഴിഞ്ഞു. എന്തുവാ എന്നിട്ട് പറയാ ജനങ്ങൾ ഇത് ഏത് രീതിയിൽ എടുക്കും? ആളുകൾ കോമഡിയാണ് എടുത്തിട്ടുള്ളത്. അനീഷേട്ടാ ഞാൻ വഴി മാറി നടക്കാണ്, ഞാൻ വഴി മാറി നട. ഇങ്ങനെയൊക്കെ ആളുടെ പിന്നാലെ നടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്താണ് എന്റെ അനുമോളെ, ആളുടെ ഹൃദയത്തിന് അത് കേറില്ലേ? നമ്മുടെ പാവം പാവ രാജകുമാരൻ സിനിമയിൽ ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ടില് അയാൾ ഒരു കവിത എഴുതുന്നതാണ് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്. നിങ്ങളെ കേട്ടിട്ടുണ്ടോ? നമ്മൾ ജോൺസൺ മാഷാണ് അതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നമ്മളെ കൈതപ്രാണ് അതിന്റെ വരികള് യേശുദാസാണ് പാടിയിട്ടുള്ളത്. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യ താരമേ രാവിൻ നീലക്കലികയിൽ ഏകദീപം നീ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? അടിപൊളി പാട്ടാണ്. അതൊക്കെ ആ സിനിമയത്തെയാണ്. ഒരു പക്ഷെ എനിക്ക് ഈ പാവം പാവം രാജകുമാരിലെ ശ്രീനിവാസനെ ഓർമ്മ വരികയാണ്. ഈ പാവം മനുഷ്യനെ മനഃപൂർവ്വം തമാശ കാണിച്ചതാണെങ്കിൽ പോലും സാധാരണക്കാരുടെ ഹൃദയത്തിനകം വേഗം വിള്ളലുകൾ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ കാണിച്ചതും ഇക്ക കളിയാക്കിയതൊക്കെ തമാശയായിട്ടല്ലായിരുന്നോന്ന്. ഇക്ക കളിയാക്കാറില്ലായിരുന്നോ എന്നെ ആ ചേട്ടനെ വെച്ചിട്ട്? അനീഷേട്ടൻ ഏത് ചേട്ടൻ എന്നൊക്കെ അല്ല, ഞാനത് തമാശയായിട്ട് എടുത്തു. അപ്പൊ തമാശയാണ് കളിയാക്കിയത്. ഞാനും അതിന്റെ കൂടെ നിന്ന് തമാശയായിട്ടാണ് കളിയാക്കി. അങ്ങനെയൊക്കെ ഞാൻ നിന്ന് തന്നതാണ് അതിന് വേണ്ടിട്ട്. സീരിയസ് ആക്കി എടുത്തു. പക്ഷെ പുള്ളി സീരിയസ് ആയിട്ട് എടുക്കും ഞാൻ വിചാരിച്ചില്ല. സീരിയസ് ആയിട്ട് എടുക്കുന്നതിന് പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. ആണുങ്ങളുടെ മനസ്സ് എനിക്കറിയാന്നാ ഞാൻ പറഞ്ഞത്. അതെന്താ ഇത്ര ലോലമായ ഹൃദയം? അല്ല, അതിന് തൊട്ട് മുമ്പ് ഞാനും പുള്ളി ഭയങ്കര ഉടക്കായിരുന്നു. അത്രക്ക് ലോലമായിട്ടുള്ള മനസ്സായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മനസ്സും ലോലമാവണമെന്നില്ല. പക്ഷെ 24/7 ഇദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഇത്രയും കാലം കണ്ടത് കൊണ്ട് ഞാൻ പറയാണ്, ആളുടെ ഹൃദയത്തിനകത്ത് അനുമോൾക്കൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം ഇവള് സ്വാധീനിച്ചത് കൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. അത്രമാത്രം അയാളുമായിട്ട് നല്ല ദൃഢമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു, സൗഹൃദമായിരുന്നു. ആ സൗഹൃദത്തിനിടയിൽ ഈ കാണിക്കുന്ന തമാശകൾ ഉണ്ടല്ലോ, അതായത് ഐ ലവ് യു എന്നുള്ള ചിഹ്നം കാണിക്കുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോ സംസാരിക്കുമ്പോ ആളുടെ ഹൃദയത്തിന് അത് കേറി പറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറ്റം പറയാനൊന്നും കഴിയില്ല. സാധുവാണ് അയാൾ. അങ്ങനെ ഒരു സ്നേഹം ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്കത് സത്യം പറയാ എല്ലാവർക്കും ഈ ഒരു കഴിവുണ്ടാവണം എന്നില്ല. അത് നിരസിക്കാനുള്ള കഴിവ് അത് നല്ല സ്നേഹത്തോടു കൂടി നിരസിക്കാമായിരുന്നു എന്നല്ല. പക്ഷെ അപ്പോഴേക്കും അനുമോള് വീട്ടിലത്തെ പ്രാരാബ്ദവും കാര്യങ്ങളും കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന കഥകൾ പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ കുറ്റപ്പെടുത്തല്ല, എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. മൂപ്പർക്ക് വയസ്സായത് അവനോട് ആദ്യം നിന്റെ പല്ലേക്കാരെ അടിച്ചു കൊടുക്കുക. 40-45 ആവട്ടെ, ഹൃദയത്തിന് എന്നും 18 വയസ്സുകാരന്റെ ആ ഒരു ഹൃദയത്തുടിപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. കാണുന്ന ആളുകളുടെ തല നരച്ചു എന്ന് കരുതിക്കൊണ്ട് അയാൾ പ്രായമായി എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മമ്മൂക്കയെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ടി വരും. അയാൾ ഇപ്പോഴും ചെറുപ്പാ, അത് മനസ്സിലാക്കിയേക്കൊള്ളാം. നമ്മുടെ മനസ്സിനകത്ത് ഞാൻ പ്രായം കൂടിയിട്ടില്ല, ഞാൻ ചെറുതാണ് എന്ന് ചിന്ത വരുന്നിടത്തോളം കാലം നമ്മൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നോ അതിന്റെ പ്രതിഫലനമാകും അത് എന്നുള്ളതാണ്. മുഖത്ത് നോക്കിയിട്ട് പറയല്ലേ പല്ലടിച്ച് തെറിപ്പിക്കും എന്നുള്ളത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഈ വഴക്ക് കൂടി എന്ന് പറഞ്ഞിട്ട് നീ നിൽക്കുന്നില്ല. അതിന് മുമ്പ് വഴക്ക് കൂടിയിരുന്നല്ലോ. ചില ആണുങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾ വഴക്ക് കൂടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പര് സ്വയം ചെറുപ്പാണെന്നും ഇനിയും പ്രണയിക്കാനുള്ള ഒരു ബാല്യം എനിക്കുണ്ടെന്നും ഒക്കെ ചെറുപ്പകാലത്തോട്ട് തിരിച്ചു പോകാൻ നഷ്ടപ്പെട്ട കുറെ വർഷങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ്കറുടെ പോയിന്റുകൾ കേട്ടോ. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് നമ്മളോട് വഴക്ക് കൂടുമ്പോ നമുക്കത് കൂടുതൽ ഇഷ്ടമാകും എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഇപ്പോ വായ നോക്കി നടക്കുന്ന ആളുകൾക്ക് അറിയാം കറക്റ്റ്. എന്റെ പ്രായം കഴിഞ്ഞു, ഞാൻ നടന്നിരുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. സ്കൂൾ +2 കാലഘട്ടത്തിലൊക്കെ നമ്മൾ നടന്നിട്ടുണ്ട്. അപ്പോ ഇഷ്ടമുള്ള പെൺകുട്ടികളോട് സ്നേഹം പറയുമ്പോ അവള് തിരിച്ചു ചൂടാവുമ്പോ അത് ആസ്വദിച്ചിരുന്നു. ഒരിക്കലും ഞാൻ ഇല്ല എന്ന് പറഞ്ഞത് എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും. അത് കറക്റ്റ് പോയിന്റാണ്, ജീവിത അനുഭവമാണ് ഇദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ അയാൾക്ക് ഇനിയും ഒരു ബാല്യമുണ്ട് പ്രണയിക്കാൻ എന്ന് പറയുമ്പോ മരണം വരെ പ്രണയിക്കാൻ കഴിയെങ്കിൽ പ്രണയിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണത്. അതിമനോഹരമാണത്. അതൊക്കെ അനുഭവിച്ച ആളുകൾക്ക് അറിയാം. കല്യാണം കഴിഞ്ഞിട്ടും പ്രണയിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അതൊരു വല്ലാത്ത അനുഭൂതിയാണ് എന്ന് പല പുസ്തകങ്ങളിലും പല ആളുകളും അനുഭവമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര എക്സ്ട്രീം. ഇത് ജസ്റ്റ് ഒരു ആക്ഷൻ കാണിച്ചപ്പോൾ പുള്ളി വീണോ? ചില ആൾക്കാർക്ക് ഭയങ്കര ലോലമായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല അയാള്. പുള്ളിക്ക് ഓൾറെഡി ഇഷ്ടമുണ്ടായിരുന്നു. 91 ദിവസമായിട്ടും അനുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാന നിമിഷം ഇവിടെ ഇന്നല്ല എന്നോട് പറഞ്ഞത്. ഈ 91 ദിവസം എന്ന് പറയുമ്പോൾ തുടക്കത്തിലൊന്നും ആള് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പതുക്കെ
പരിചയപ്പെടുമ്പോ ചെറിയ രീതിയിലുള്ള ഏറ്റവും ഫസ്റ്റ് ബിഗ് ബോസിനകത്തേക്ക് കയറി ചെല്ലണത് അനീഷേട്ടനാണ്. അത് കഴിഞ്ഞ് അനുമോളാണ് കയറി വരുന്നത്. അനുമോളെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ. അതായത് അവിടുന്ന് തന്നെ ഒരു ചെറിയൊരു വഴക്കിൽ നിന്ന് തന്നെയാണ് ഈ സംഭവം തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് അയാളുടെ മനസ്സിലേക്ക് എപ്പോഴെങ്കിലും കയറി വന്നതാവും. ചിലപ്പോൾ ഈ ലാസ്റ്റ് ഈ ഒരു 2-3 ആഴ്ച മുമ്പ് വന്നതാകാം. ചെറിയ രീതിയിലുള്ള ഒരു താല്പര്യം തോന്നാതിരിക്കാൻ. അനുമോളെ കാണാനും ഭംഗിയുണ്ട്. സംസാരിക്കുമ്പോൾ ഫാമിലിയെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. വീട്ടിലത്തെ പ്രാരാബ്ദങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. വീട് നോക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ട് നാട്ടും പുറത്തുകാരനായിട്ടുള്ള അനീഷേട്ടൻ ചിന്തിച്ചു കാണും അവള് നമുക്ക് പറ്റിയ ഒരാളാണെന്ന്. അതിങ്ങനെ ചിന്തിക്കണതിൽ തെറ്റൊന്നുമില്ല. എന്നോട് പല പ്രാവശ്യം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് സന്തോഷിക്കാൻ തുടങ്ങിയത്, ചിരിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല, ഞാൻ ഇവിടെ താമസിക്കുകയാണെന്നൊക്കെ പറയണേ. അതൊക്കെ പറയല്ലേ? പറയാറില്ലേ? പറയലുണ്ട്. ഇതും തമ്മിൽ എന്താ ബന്ധം? അല്ല, മൂപ്പര് വിചാരിച്ചു ഇനിയും ഇവിടെ ഇങ്ങനെ അനുവിന്റെ കൂടെ അനുവിനെയും കണ്ട് ഇരിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ. അപ്പോഴാണ് ഈ 9 ദിവസം കൂടി ഉള്ളൂ എന്നുള്ളത്. അനു പോവില്ല, അപ്പൊ ഞാനും പോവില്ല നിൽക്കായിരിക്കും. അത് തമാശയായിട്ട് പറഞ്ഞാണ്. പക്ഷെ എനിക്കത് സീരിയസ് ആയിട്ട് തോന്നിയത്. കാര്യമാണല്ലോ, ആള് ഇത് കഴിഞ്ഞാലും പോവാൻ താല്പര്യമില്ല. ഇന്നെ ഇവിടെ ഒരു 1000 ദിവസം നിർത്താൻ പറ്റിയെങ്കിൽ ഞാൻ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനീഷേട്ടന് കംഫർട്ട് സോൺ ആയിട്ട് തോന്നുന്നുണ്ടാവും അത്. അല്ലെങ്കിൽ ഒരു സുഖം തോന്നിയിട്ടുണ്ടാവും. മനുഷ്യ ജീവിതത്തിൽ ഓരോരോ മാറ്റങ്ങൾ ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. പക്ഷെ അനീഷേട്ടൻ ചിന്തിക്കുന്നത് ഈ ഒരു സുഖം കിട്ടുന്നതാണ്. അനീഷേട്ടൻ അവിടെ ഒറ്റപ്പെട്ടു പോയാൽ ഒറ്റപ്പെടലാവുമല്ലോ. ബാക്കിയുള്ള ആളുകളൊക്കെ അവിടുന്ന് പോവല്ലോ. മറ്റുള്ള ആളുകൾക്കൊക്കെ അവിടുന്ന് പരിപാടി കഴിഞ്ഞ് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ അനീഷേട്ടൻ അവിടെ അങ്ങനെ ലോക്കായി നിൽക്കുന്നത് പോലെ എനിക്കും തോന്നി. ചുമ്മാ വെറുതെ എന്തിനാ പുള്ളി ഇവിടെ വെച്ച് പറയാൻ പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പുറത്ത് വെച്ച് പറയാനാണ് നീ ഞാൻ വിടുവായിരുന്നു. ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ സംസാരിക്ക ചേട്ടാ, അങ്ങനൊന്നും ഇല്ല ചേട്ടാ. ഇതിപ്പോ ഇത്രയും പേരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ക്യാമറ ഒക്കെ ബിഗ് ബോസ് ഒക്കെ കേട്ടോണ്ടിരിക്കല്ലേ, അതിനെപ്പറ്റി ഒന്നും മിണ്ടിട്ടൂടിയില്ല. അവർ ചിരിക്കുമായിരിക്കും അല്ലേ അത് കേട്ടിട്ട്? പിന്നെന്താ സംശയം? അവര് കൃത്യമായിട്ട് അത് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷെ 24/7 വന്നതിന്റെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് അവർ എപ്പിസോഡിൽ വിട്ടത്. ഫുള്ളായിട്ടൊന്നും വിട്ടിട്ടില്ല. ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് ഇതൊരു ലോഡ് എപ്പിസോഡാക്കി ഇടാൻ പറ്റും. അത്രത്തോളം വീഡിയോസ് ലൈവിൽ നടന്നിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള ലൈവ് തന്നെ ആയിരുന്നു ഇന്നലെ. പക്ഷെ അവരത് ചെയ്തിട്ടില്ല. ഒരു ചെറിയ കഷ്ണം മാത്രമേ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളൂ. എന്തായാലും നമ്മൾക്ക് കുറച്ചെങ്കിലും ഭാഗ്യം ഉണ്ടായി അതൊക്കെ കാണാൻ. എന്തോ മൂവിയാണോ? ഇതുമായിട്ട് അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും റിപ്ലൈ കൊടുക്കാൻ ഇല്ല. ഇത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചിരിക്കണോ? എന്താണ്? അങ്ങനൊന്നുമില്ല. പോവിടുന്ന് എണീറ്റ്. ഞാൻ ആ മനുഷ്യനെ അങ്ങനെ കണ്ടിട്ടില്ല. എന്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ടോളൂ, ബ്രദറിനെ പോലെ. അയാൾ ഇഷ്ടമാണ് എനിക്ക്. അതും പറയും, അത് അയാൾ കേൾക്കുന്നുണ്ട്. ബ്രദറിനെ പോലെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതും കേൾക്കുന്നില്ലല്ലോ. ഇഷ്ടാണ് എന്നല്ലേ പറയണത്. അത് മാത്രല്ലേ കേൾക്കണുള്ളൂ. ഇപ്പൊ നൂറ് എനിക്ക് അതില് ഭയങ്കര ഇഷ്ടമല്ലേ, അതുപോലെ പുള്ളിയെ ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമെന്ന് പറയുമ്പോ ഏതൊക്കെയാ? എനിക്ക് എന്താ ഉദ്ദേശിക്കണേ? എനിക്കല്ല, മൂപ്പരെന്താ ഉദ്ദേശിക്കണത് എനിക്കറിയോ? മൂപ്പര് ഉദ്ദേശിക്കണത് പ്രേമം തന്നെയാണ്. അതിന് വഴി ഒരുക്കി കൊടുത്തത് അറിയാതെയാണെങ്കിൽ പോലും അനുമോളാണ്. തമാശക്ക് ചെയ്താണെങ്കിൽ അത് അയാള് ശരിക്ക് ഏറ്റിട്ടുണ്ട്. അതിൽ വേറെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ആളെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളെയും കുറ്റം പറയുന്നില്ല. കാരണം നിങ്ങൾക്കത് കറക്റ്റ് തുറന്ന് പറയാൻ ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്നലെ പറഞ്ഞിട്ടില്ല, ഇനി എന്ന് പറയുന്ന അറിയില്ല. ഇനിയിപ്പോ ലൈവ് എന്താണ്, ശനി ഞായർ ലൈവ് ഇല്ല. ഞായറാഴ്ച രാത്രി 10 മണിക്ക് ശേഷം ഉണ്ടാവുക. അതിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. എന്തായാലും ഈ ഒരു ക്ലിപ്പും കൂടി നിങ്ങളൊന്ന് കാണണം കേട്ടോ. അത് അനീഷേട്ടനാണ് ഷാനവാസ്ക എങ്കിൽ എന്ത് ചെയ്യുന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് കേൾക്കാം. പുള്ളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചിന്തിക്കും. പുള്ളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ കൺവിൻസ് ചെയ്ത് ഈ ഒരു കല്യാണത്തിലോട്ട് കൊണ്ടുവരാൻ നോക്കും. അത് പുള്ളി അങ്ങനത്തെ ഒരാളല്ല. പുള്ളി അങ്ങനത്തെ ആളാവണോ? ഇല്ലില്ല, അങ്ങനെ കൊണ്ടുവന്നാലും ഞാൻ എന്താ നീ ഉദ്ദേശിക്കുന്നത്? അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? പുള്ളി അങ്ങനെയല്ല. പുള്ളി അങ്ങനെ വന്നാലും നോ എന്നുള്ള ആൻസർ ഞാൻ പറയുള്ളൂ. പക്ഷെ ഈ അറിഞ്ഞ സ്ഥിതിക്ക് ഓക്കെ, പുള്ളിനെ അങ്ങനെ വന്നാലും നോ എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ എന്നാണ് അനുമോള് പറയുന്നത്. ഇവിടെ അനുമോളുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അനീഷന്റെ ഡൈഹാർഡ് ഫാനാണെന്ന് കൂട്ടുക. അതായത് കാണുന്നൊക്കെ മഞ്ഞ എന്ന രീതിയിൽ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, കണ്ണാട മഞ്ഞ ആയതുകൊണ്ട് പറഞ്ഞല്ല കേട്ടോ, തോന്നുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അനുമോള് അയാളെ മനഃപൂർവ്വം ചതിച്ചതാണ്, അതാണ് ഇതാണെന്നുള്ളത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അനീഷേട്ടന്റെ തമാശ രീതിയിൽ ഇവർ കാണിച്ച ഈ കാര്യങ്ങളൊക്കെ
ദുർബല മനസ്സുള്ള അനീഷേട്ടന്റെ ഹൃദയം തകർക്കാൻ അനുമോളെ കൊണ്ട് കഴിഞ്ഞു. തമാശയാണ് ഇവിടെയെങ്കിലും ഇത് കാര്യമാക്കി എടുത്തു. അനുമോളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലായി ചിന്തിക്കാത്തത് ഒരു തെറ്റ് തന്നെയാണ്. എന്നാലും അവരുടെ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഒരാളെ ചതിക്കാനുണ്ടാക്കിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്താൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. അനീഷേട്ടൻ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, അതോളൊക്കെ മനസ്സിലാവുന്നു, അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നു, രണ്ടും ഒരു വൈബാണ് എന്നുള്ളത്. പക്ഷെ അനുമോളുടെ കാഴ്ചപ്പാടിൽ ഇത്രയും ഏജ് ഉള്ള ഒരാളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളതും, പിന്നെ സൗന്ദര്യത്തിന് വേറെ എന്തൊക്കെ ബോധമുണ്ട് എന്ന് ആള് ചിന്തിക്കുന്നു. പക്ഷെ അനീഷേട്ടൻ എന്താണ് സൗന്ദര്യക്കുറവെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഓരോ മനുഷ്യന്മാരുടെ കാഴ്ചപ്പാടാണ്. തൊലിവെളുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവാം. അനുമോൾ എന്തായാലും ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. അനുമോൾക്ക് ഒരു താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. ഭാവിയിൽ ഇതിൽ മാറ്റം വരുമെന്ന് നമുക്കറിയില്ല. ഇതെന്തായാലും ഒരു സ്ക്രിപ്റ്റഡ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ ജെനുവിൻ ആയിട്ട് പറഞ്ഞതാണ്. ജെനുവിൻ ആയിട്ട് തന്നെ അനുമോൾ അത് മുഖത്ത് നോക്കി പറയണം. ഇപ്പോ ഷാനവാസ് ഖാനോട് പറഞ്ഞ പോലെ താങ്കളെ ഞാനൊരു ഏട്ടനായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും. ഇനിയും നീട്ടിക്കൊണ്ടാവാതിരിക്കുക. മനുഷ്യന്മാരുടെ ഹൃദയമാണ്, അത് മനസ്സിലാക്കണം, തകർക്കരുത്. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് അതായിരിക്കും സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.